നിങ്ങൾക്ക് ഈ കോൺഗ്രസിന് ഞാൻ പറയാം 2004 അസ്തമിക്കേണ്ടതാണ്. 2004 ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ തേടി വന്നതവിടെ സഹാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വസതിയിലേക്ക് എത്തിയത് നിങ്ങളുടെ സോണിയാഗാന്ധിയാണ് എന്ന് മറക്കണ്ട. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ധന അഭ്യർത്ഥന ചർച്ചയിൽ CPIഎമ്മിന്റെ എരവിപുരം MLA ആയിട്ടുള്ള M നൌഷാദ് പ്രസംഗിക്കുന്നതിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. വളരെ പ്രസക്തമായ വാക്കുകളാണ്. ലോക്സഭാ ഇലക്ഷൻ ഫലത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ടും ലോക്സഭാ ഇലക്ഷനകത്ത് എന്തൊക്കെ സംഭവിച്ചു അതിനെ ബേസിലുള്ള ചർച്ചകളാണ്. അതിന് വ്യക്തമായ മറുപടികൾ ഭരണപക്ഷം കൊടുക്കുന്നുണ്ട്, പ്രതിപക്ഷം ഓരോ പറയുന്നുണ്ട്, അതിന് മറുപടി കൂടി കൊടുക്കുന്നുണ്ട്. വ്യക്തമായ ഇലക്ഷൻ ഫലത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് 2004 ഒരു കാര്യം M നൌഷാദ് ഓർപ്പിക്കുന്നത്. കേൾക്കേണ്ട വാക്കുകളാണ്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പ്, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ ജയിച്ചു. ഇതെന്താ നിങ്ങൾ ആദ്യമായിട്ട് ജയിക്കുക? 2004 എന്നാ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്? 77 0, 80 സഖാവ് നയനാർ മുഖ്യമന്ത്രി. മറന്നു പോകരുത് കേട്ടോ. 2019 ആലപ്പുഴയിൽ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു കനല്. പക്ഷെ 21 99 സീറ്റുമായിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തിയത്. ഇപ്പോ ആലപ്പുഴയിൽ നിന്നും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ആ കനലങ്ങ് ആലത്തൂരെത്തി. ആലത്തൂര്. പക്ഷേ തൃശ്ശൂരങ്ങ് പോയി. തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത് UDFന്, കോൺഗ്രസിന്. അതിന്റെ തമ്മിൽ തല്ല അവിടെ നടക്കുക. അവിടുത്തെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ പരസ്യമായി വന്ന് പറയുന്നു കാല് വാരിയതാണ്, വിറ്റതാണ്. കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. DCC ഓഫീസിൽ കൂട്ടയടി. DCC പ്രസിഡന്റ് രാജിവെക്കുന്നു, പോസ്റ്റ് നടത്തുന്നു. പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ? അവിടെ LDFും BJPയും തമ്മിലാണ്. LDFും UDFും തമ്മിൽ, സമയം തീർന്നു, LDFും UDFും തമ്മിലാണ്, BJPയും തമ്മിലാണ് അന്തർധാരയെന്ന്. എന്തൊരു കഷ്ടമാണത്. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറുകയാണ്. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 16 സീറ്റിൽ പിറകിലായിരുന്നു. 2019 18 സീറ്റിൽ നിയമസഭാ സീറ്റിലെ ഞങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നുള്ളൂ. 122 ആയിരുന്നു നിങ്ങളത്. പക്ഷേ 21 എത്തിയപ്പോ എത്രയായി മാറി? അത് വെറും 41 മാറി എന്നുള്ളത് ഓർക്കുന്നത് നന്ന്. ഞങ്ങൾക്ക് പരാജയം അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴും അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ. അതിൽ ഉറപ്പാണ്. ഈ ഗവൺമെന്റ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ദേശീയ പാർട്ടി പദവിയൊക്കെ തന്നത് കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയുടെ ദയ കൊണ്ടാണെന്ന്. നിങ്ങൾക്ക് ഈ കോൺഗ്രസിന് ഞാൻ പറയാം 2004 അസ്തമിക്കേണ്ടതാണ്. 2004 ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ തേടി വന്നതവിടെ സഹാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വസതിയിലേക്ക് എത്തിയത് നിങ്ങളുടെ സോണിയാഗാന്ധിയാണ് എന്ന് മറക്കണ്ട. പ്ലീസ് കൺക്ലൂഡ്. അവർ BJP ഗവൺമെന്റ് രൂപീകരണവുമായി മുന്നോട്ട് പോയപ്പോ പിന്തുണ പ്രഖ്യാപിച്ചു. 63 അംഗങ്ങളുള്ള ഇടതുപക്ഷം സഹാവ് ഹർകിഷൻ സിംഗ് സുർജിത്തെ കോൺഗ്രസിന് പിന്തുണ നൽകിയത് കൊണ്ടാണ് അന്ന് ജീവൻ ലഭിച്ചത്. അത് മറന്നു പോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു.